ഇന്ന് നമുക്ക് കുറച്ച് പഴം കിട്ടിയിട്ടുണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഈ പഴം വെച്ചിട്ട് നല്ലൊരു അടിപൊളി അവൽ മിൽക്ക് ഉണ്ടാക്കാമെന്നേ. ഈ ചൂടുകാലത്ത് ഈ അവൽ മിൽക്ക് കുടിക്കുന്നത് നമ്മുടെ ദാഹവും മാറും, ഒപ്പം വയർ ഫുള്ളായിട്ടിരുന്ന് വിശപ്പും മാറും. അപ്പോൾ നമുക്ക് ഈ അടിപൊളി അവൽ മിൽക്കിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അവൽ മിൽക്കിന് നമുക്ക് ആദ്യം വേണ്ടത് അവലാട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള അവലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിനുവേണ്ടി നമ്മൾ ചീനിച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ ചട്ടിയിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അവലിട്ടിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു 3 മിനിറ്റ് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമ്മുടെ അവൽ വരും കേട്ടോ. ഇപ്പോൾ ഇതാ അവലൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇതാണൊരു പരുവം കേട്ടോ. നന്നായിട്ട് തൊടുമ്പത്തേനും പൊടിഞ്ഞു പോകുന്ന രീതിയിൽ എടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ അത് 3 മിനിറ്റ് കഴിയുമ്പോൾ അത് ആ ചട്ടിയിൽ നിന്ന് തന്നെ വാങ്ങി വെക്കണം കേട്ടോ, കൂടുതൽ റോസ്റ്റ് ആവാതിരിക്കാനായിട്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കടല എടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഇതിന് കടലയെന്ന് പറയുന്നത്, ചില നാട്ടിൽ ഇതിന് കപ്പലണ്ടി എന്ന് പറയുവേ. ഇവിടെ കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കാഷ്യൂനട്ടാട്ടോ. നമ്മളിവിടെ കടല എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കടല നമ്മൾ പച്ചക്കടല വാങ്ങിച്ചിട്ട് വറുത്തെടുത്താണേ. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ തൊലി കളഞ്ഞ കടല ഓൾറെഡി കിട്ടും. ഇനി നമ്മളൊരു 5 പഴം എടുത്തിട്ട് ഫോർക്ക് വെച്ച് നന്നായിട്ട് ഇങ്ങനെ പതുക്കി കൊടുക്കണേ. മിക്സിയിലടിച്ച് ഒത്തിരി ജ്യൂസായിട്ട് പോകും. അതാകുമ്പോൾ ഫോർക്ക് വെച്ച് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടുമേ. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ ചേർത്ത് വീണ്ടും ഈ പഴമായിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. അവിൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പാളയംകോടൻ പഴം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ പഞ്ചസാരയും പഴവും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ലെയർ ചെയ്ത് ഒഴിക്കാവേ. ആദ്യം എന്താ നമ്മൾ അവലിട്ട് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ്സിൽ നമുക്ക് ഒരുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അവലിട്ടു. അതിനുശേഷം എന്താ അവലിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇടുന്നത് നമ്മൾ നേരത്തെ വറുത്ത് തൊലി കളഞ്ഞ് വെച്ച് നമ്മുടെ കടലയാട്ടോ. അതിനുശേഷം നമ്മൾ പഴവും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ 2 ഗ്ലാസ്സിലേക്കും ഈക്വലായിട്ട് ചേർത്ത് കൊടുക്കാവേ. അങ്ങനെ ലെയർ ചെയ്താട്ടോ നമ്മൾ അവൽ മിൽക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താ നമ്മൾ അതുപോലെ തന്നെ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലെയർ ആയിട്ട് വന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ തന്നെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. പാലൊഴിച്ചതിന് ശേഷം എന്താ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ലെയർ ചെയ്യുന്നുണ്ട്. ആദ്യം 2 ഗ്ലാസ്സിൽ നമ്മൾ അവലിട്ടു. അതിനുശേഷം എന്താ കടല ഇട്ടു, നല്ല വറുത്ത കടല ഇട്ടു. പിന്നെ ഇതാ നമ്മൾ കുറച്ച് ബൂസ്റ്റ് പൊടി ഇടുന്നുണ്ട് 2ലേക്ക്. ബൂസ്റ്റ് ഓപ്ഷണൽ ആട്ടോ. ബൂസ്റ്റ് ഇടുമ്പോൾ നല്ലൊരു ചോക്ലേറ്റി ഫ്ലേവർ കിട്ടും. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ബൂസ്റ്റ് ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വീണ്ടും എന്താ നമ്മൾ അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാലൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും നമ്മൾ കുറച്ചും കൂടി കടല വറുത്തതും അവിലും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലെയറായിട്ട് നമ്മൾ ആ ഗ്ലാസ് ഫില്ല് ചെയ്തെടുക്കണേ. വീണ്ടും അവലും നമ്മുടെ വറുത്ത കടലയും കൂടെ ചേർത്ത് അത് കഴിഞ്ഞിട്ട് ഇതാ മേളിൽ നമ്മൾ കുറച്ച് പഴം കൂടെ ചേർക്കുന്നുണ്ട്. പഴത്തിനകത്താണല്ലോ നമ്മൾ പഞ്ചസാരയും ചേർത്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ആ മിക്സും കൂടി ചേർത്ത് കൊടുത്ത് മേളിൽ ഇതാ കുറച്ച് ടേസ്റ്റിന് വേണ്ടി മാത്രമായിട്ടോ നമ്മൾ ബൂസ്റ്റ് ചേർക്കുന്നത്. പിന്നെ കാണാനും ഒരു രസം ഉണ്ടാവും മിക്സ് ചെയ്യുമ്പോൾ. അങ്ങനെ ബൂസ്റ്റും കൂടി ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതേ നമ്മുടെ അടിപൊളി അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ദാഹം മാറാനും കൂടെ തന്നെ വിശപ്പ് മാറാനും ഇത് അടിപൊളിയാട്ടോ. ഇത് കഴിച്ചാൽ നമ്മുടെ വയറേറെ നേരത്തേന് നല്ല ഫില്ലിംഗ് ആയിട്ടിരിക്കുവേ. അപ്പോൾ ഈ സമ്മറിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.